സംസ്ഥാനത്ത് മഴ തുടരും എന്നതാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കാലവർഷം നാളെ കേരളത്തിലെത്തിയേക്കും. അത് അങ്ങനെ തന്നെയാണ്. കാലവർഷം നാളെ എത്തുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നേയുള്ള ഒരു പ്രവചനം. പക്ഷേ അത് വൈകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പറയുന്നത്. കാലവർഷം കുറച്ചുകൂടി വൈകിയായിരിക്കും ഇത്തവണ കേരളത്തിൽ എത്തുക എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയമാവുമ്പോഴേക്കും നമുക്ക് കാലവർഷ മഴ ലഭിച്ചു തുടങ്ങിയിരുന്നു. ഇന്ന് വേനൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് 9 ജില്ലകൾക്കാണത്. കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള ബാക്കി 9 ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാലകൾ കാരണമാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മാസം 28 വരെ മഴ സജീവമായി ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. അതിനിടയിൽ ചിലപ്പോൾ കാലവർഷ മഴ എത്തിയേക്കാം. അതുപോലെ തന്നെ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് മണിക്കൂറിൽ സാധ്യതയുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇനി മഴയ്ക്കൊരു ശമനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇപ്പോൾ പെയ്യുന്ന വേനൽ മഴ, അതിനിടയിൽ 28-ാം തീയതിക്കുള്ളിൽ തന്നെ കാലവർഷ മഴയും എത്തും. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഇന്ന് 9 ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്.